മുതലപ്പുഴയുടെ ഗതകാല സ്മരണ നമ്മൾ അയവിറക്കി കഴിഞ്ഞ് ഇനി അവരുടെ ഇപ്പോഴത്തെ ജീവിതത്തിലേക്ക് കൂടി ഒന്ന് പോയാൽ പ്രതികൂല കാലാവസ്ഥയിലും ഉപജീവനത്തിനായി ജീവൻ പണയം വെച്ച് കടലിലേക്ക് വള്ളവുമായി ഇറങ്ങുന്നവരാണ് മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ. കുടുംബം പോറ്റാൻ മറ്റൊരു തൊഴിലും ഇവർക്കറിയില്ല. വല നിറയെ മത്സ്യം കിട്ടിയ സന്തോഷത്തിൽ തിരികെ എത്തുമ്പോഴും ഹാർബറിലെ പുലിമുട്ട് കടന്നുകിട്ടൽ ജീവൻ മരണ പോരാട്ടമാണ്. അഴിമുഖത്ത് പൊലിഞ്ഞ ഉറ്റവരുടെ മുഖങ്ങൾ മനസ്സിൽ തെളിയുമ്പോൾ ഉള്ളുലയും. പ്രതികൂല കാലാവസ്ഥയിലും ഉപജീവനത്തിനായി ജീവൻ പണയം വെച്ച് കടലിലേക്ക് വള്ളവുമായി ഇറങ്ങുന്നവരാണ് മുതലപ്പൊഴിയിലെ മത്സ്യത്തൊഴിലാളികൾ. കുടുംബത്തെ പോറ്റാൻ മറ്റൊരു തൊഴിലും ഇവർക്കറിയില്ല. വല നിറയെ മത്സ്യം കിട്ടിയ സന്തോഷത്തിൽ തിരികെ എത്തുമ്പോഴും ഹാർബറിലെ പുലിമുട്ട് കടന്നുകിട്ടൽ ജീവൻ മരണ പോരാട്ടമാണ്. അഴിമുഖത്ത് പൊളിഞ്ഞ ഉറ്റവരുടെ മുഖങ്ങൾ മനസ്സിൽ തെളിയുമ്പോൾ ഉള്ളുലഞ്ഞു പോകും. മുതലപ്പുഴയിൽ അപകടങ്ങൾ തുടർക്കഥയാണ്. പക്ഷേ അപകട വിവരം അറിഞ്ഞാലും രക്ഷാബോട്ടുകൾ എത്താൻ വൈകും. മണ്ണും മണലും അടിഞ്ഞുകൂടി പുഴ സഞ്ചാരയോഗ്യമല്ലാത്തതിനാൽ നാവികസേനയുടെയും മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും ബോട്ടുകൾക്ക് ഇവിടെ അടുക്കാനാകില്ല. അപകട മേഖലയിൽ കടലിലിറങ്ങിയുള്ള രക്ഷാപ്രവർത്തനവും തിരച്ചിലും മാത്രമേ ഇവിടെ സാധ്യമാകൂ. തിരച്ചിലിന് മത്സ്യത്തൊഴിലാളികൾ തന്നെ മുന്നിട്ടിറങ്ങും. ശാസ്ത്രീയ പരിശീലനം ലഭിച്ചവരെത്താൻ സമയമെടുക്കുമെന്ന് അനുഭവം കൊണ്ട് അവർക്ക് നന്നായി അറിയാം. വാഗ്ദാനങ്ങൾ വെറും പൊള്ളയാണെന്നും ആ വാഗ്ദാനങ്ങളെല്ലാം അദാനിക്ക് വേണ്ടി അറബിക്കടലിൽ തള്ളുന്ന ഫിഷറീസ് വകുപ്പും മുഖ്യമന്ത്രിയും ഈ സർക്കാർ കൊലയാളി സർക്കാർ എന്ന് പറയുവാനാണ് ഇവിടുത്തെ ലത്തീൻ സമുദായത്തിന് പറയുവാനുള്ളത്. പ്രിയപ്പെട്ടവർ കടലിടുക്കിലെ കല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ കടലിന്റെ മക്കൾക്ക് വെറുതെ ഇരിക്കാനാകില്ല. അപകടത്തിൽ പെടുന്നവരെ ഉടനടി രക്ഷപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ പോലും മുതലപ്പൊഴിയിൽ സജ്ജമല്ല. തിരയുടെ ശക്തിയിൽ പെട്ടുമറിയുന്ന ബോട്ടുകളും വള്ളങ്ങളും പൊഴിയിലെ കരിങ്കല്ലുകളിലും ടെട്രോപോഡുകളിലും ഇടിച്ചു തകരും. പാറക്കല്ലുകളിൽ കുരുങ്ങിയും തലയിടിച്ചുമാണ് മരണങ്ങൾ ഏറെയും സംഭവിക്കുന്നത്. പല പ്രാവശ്യമായി ഈ മരണം സംഭവിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇന്ന് ഞങ്ങൾക്ക് ഒരു മരണം സംഭവിച്ചില്ല. ഞങ്ങളുടെ ഒരു സഹോദരൻ ഇന്ന് വെള്ളത്തിലേക്ക് ഇതുവരെ രക്ഷപ്പെട്ട് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ഒരു നല്ല മാർഗ്ഗം കണ്ടുപിടിച്ചതിന് ശേഷമേ ഞങ്ങൾ ഈ സമരം അടങ്ങുകയുള്ളൂ. കടലിനോട് മാത്രമല്ല മരണത്തിനോട് കൂടി മല്ലിട്ട എത്ര നാൾ തുടരാനാകുമെന്നാണ് തീരദേശവാസികളുടെ ചോദ്യം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.